ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്ക യമനിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ പ്രതികാരമായി ചെങ്കടലിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുന്നതും അമേരിക്കയിലേക്ക് ചെങ്കടൽ വഴിയുള്ള എണ്ണക്കപ്പലുകൾക്ക് ഹൂത്തികൾ ഉപരോധം ഏർപ്പെടുത്തിയതും ട്രംപിനെ ശരിക്കും ഭയപ്പെടുത്തി എന്നതിൻ്റെ സൂചനയായി യമനെ ഇനി ആക്രമിക്കില്ലെന്നും ഹൂത്തികളുമായി ഒരു കരാർ ഉണ്ടാക്കിയെന്നും ട്രംപ് അവകാശപ്പെട്ടിരിക്കുകയാണ്. ഒമാന്റെ മധ്യസ്ഥതയിലാണ് ഇങ്ങനെ ഒരു കരാർ നടപ്പിലാക്കിയെന്ന് ട്രംപ് പറയുമ്പോഴും യമനെതിരായ അമേരിക്കയുടെ ആക്രമണം നിർത്തലാക്കുന്നത് വിലയിരുത്തുമെന്നും തന്റെ സംഘം ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തുടരുമെന്നും യമനിലെ ഹൂത്തികളുടെ സുപ്രീം തലവനായ മുഹമ്മദ് അലി അൽ ഹൂത്തി എക്സിലൂടെ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലൂടെ പരസ്പരം സമ്മതിച്ചുള്ള ഒരു കരാറല്ല, പകരം ട്രംപ് ഇനി ആക്രമിക്കില്ല എന്ന ഏകപക്ഷീയമായ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചൊവ്വാഴ്ച ട്രംപിന്റെ ഓഫീസിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിലാണ് ഇനി യുദ്ധം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് ഹൂത്തികൾ വൈറ്റ് ഹൗസിനെ അറിയിച്ചതായി ട്രംപ് പറഞ്ഞത്. കരാർ തീരുമാനം പോസിറ്റീവാണെന്ന് ഞാൻ കരുതുന്നു. ചെങ്കടലിലൂടെ മനോഹരമായി സഞ്ചരിച്ചിരുന്ന കപ്പലുകളെ അവർ ഇടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇനി അവർ ഈ കപ്പലുകളെ ആക്രമിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. തന്നെയുമല്ല, ട്രംപ് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ നിബന്ധനകൾ ഞങ്ങൾ അംഗീകരിക്കുന്നു, ദയവായി ഇനി ഞങ്ങളുടെ മേൽ ബോംബിടരുത്, ഞങ്ങൾ നിങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കില്ല എന്നവർ കാലു പിടിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അവർ അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അത് അംഗീകരിക്കും. ഹൂത്തികൾക്കെതിരായ ബോംബാക്രമണം ഞങ്ങൾ നിർത്തുകയാണ് എന്ന് ട്രംപ് എടുത്തു പറഞ്ഞു. എന്നാൽ ഈ ട്രംപ് ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പായി ഇതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി US ഹൂത്തി വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ഒമാനെ നിർബന്ധിച്ചുകൊണ്ട് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഈ ഒമാനിലുണ്ട് എന്നാണ് മീഡിയകൾ പരസ്യപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ കരാർ പോലും ഹൂത്തികൾ അംഗീകരിച്ചതായോ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കാതിരിക്കുകയോ അമേരിക്കൻ ക്രൂഡ് ഓയിൽ കപ്പലുകൾക്കെതിരെ ഉപരോധം നീക്കിയതായോ ഹൂത്തികൾ എങ്ങും പറഞ്ഞിട്ടില്ല എന്നും ഈ മീഡിയകൾ എടുത്തു പറയുന്നുണ്ട്. ഇതിലൂടെ ഹൂത്തികളുടെ നിശ്ചയദാർഢ്യവും ശക്തിയും ഏകപക്ഷീയമായ ഒരു കരാർ ഉണ്ടാക്കുന്നതിലൂടെ ട്രംപിന്റെ യുദ്ധക്കൊതിയെ അടിയറവ് പറയിപ്പിച്ചു എന്നാണ് CNN പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് ഈ പറയുന്നത് മുഴുവൻ കള്ളമാണ്. അയാൾ തനിയെ ഒരു കരാർ ഉണ്ടാക്കിക്കൊണ്ട് ഇനി ഞങ്ങൾ ഹൂത്തികളെ ആക്രമിക്കില്ല അല്ലെങ്കിൽ യമനെ ആക്രമിക്കില്ല എന്ന് പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് നാണക്കേടായതുകൊണ്ട് ഹൂത്തികൾ ഞങ്ങളുടെ കാല് പിടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഒരു കരാർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരെ ഇനി ഞങ്ങൾ ആക്രമിക്കാതിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് ആരും അറിയില്ല എന്നാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓരോ നീക്കവും ലോകം മുഴുവൻ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൂത്തികൾ അങ്ങനെ ഒരു കരാറിനായി അമേരിക്കയെ സമീപിച്ചതോ അതല്ലെങ്കിൽ അമേരിക്ക അതിന് സമ്മതിച്ചതായിട്ടോ ഇന്നേ വരെ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മേലാൽ ഞങ്ങൾ യമനെ ആക്രമിക്കില്ല എന്നൊക്കെ ട്രംപ് പറയുമ്പോൾ അത് ട്രംപ് ഏകപക്ഷീയമായി ഉണ്ടാക്കിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അത് തിരിച്ചറിയാനുള്ള ബോധം ട്രംപിനില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ ഗസയിലെ ജനങ്ങൾ എത്ര അപേക്ഷിച്ചിട്ടും അവരുടെ മേലുള്ള ആക്രമണം തുടരാൻ എന്തുകൊണ്ട് അനുവദിക്കുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. അതിനർത്ഥം ഹൂത്തികളുമായി ഒരു കരാർ ഉണ്ടാക്കിയെന്ന് ട്രംപ് പറയുമ്പോഴും ഗസക്കാരെ ഭയക്കേണ്ടതില്ല, എന്നാൽ ഹൂത്തികളെ ഭയക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ യമനെ ആക്രമിക്കുന്നതിൽ നിന്നും അമേരിക്ക സ്വയം പിൻവലിയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഈ മാസം ട്രംപ് മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്നുണ്ട്. ട്രംപിന്റെ ഭരണകൂടം നിരവധി രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അയാൾ പല രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള തീരുമാനവുമാണ്. അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്കുള്ള ടാക്സ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് മാത്രം യാതൊരു ഫലവും ഇല്ലെന്ന് ട്രംപിന് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിലൂടെ അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാവുന്നത്. ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയതിലൂടെ അമേരിക്കയ്ക്ക് കുറെ ഡോളർ കിട്ടുമെന്നുള്ള കാര്യം ശരി തന്നെയാണ്. എന്നാൽ അതിലുപരി അമേരിക്കൻ വിപണികളിൽ അതിരൂക്ഷമായ വിലക്കയറ്റവും സാമ്പത്തിക മാന്ദ്യവുമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മറികടക്കാനായി ലോകം മുഴുവൻ നടന്ന ഒരു കാലുപിടി സന്ദർശനം എന്ന് വേണേൽ പറയാം. ഇങ്ങനെ ഒരു സന്ദർശനം നടത്തുകയല്ലാതെ ട്രംപിന്റെ മുന്നിൽ മറ്റ് വഴികളൊന്നുമില്ല. അതുമാത്രമല്ല, ഈ യാത്രയിലൂടെ അയാൾക്ക് കുറെ ആയുധങ്ങളും ചിലപ്പോൾ വിറ്റഴിക്കാൻ കഴിഞ്ഞേക്കാം. അങ്ങനെയുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ട്രംപ് ഇപ്പോൾ സൗദി അറേബ്യ സന്ദർശിക്കുന്നത്. ഈ സന്ദർശനത്തിൽ സൗദിയുമായി $100 ബില്യൺ ആയുധ കരാറും ട്രംപ് ഒപ്പുവെക്കുന്നുണ്ട്. ഇതിനു പകരമായി സൗദി അറേബ്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് എണ്ണ വാങ്ങാൻ കഴിയും. എന്നാൽ ഈ എണ്ണ കൊണ്ടുപോകാനുള്ള വഴി ഇപ്പോൾ ഹൂത്തികൾ തടഞ്ഞിരിക്കുകയാണ്. അവർ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ. എണ്ണക്കപ്പലുകളെ കണ്ടാൽ അപ്പോഴേ ആക്രമിക്കുമെന്നാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത്.
അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാവും ഉണ്ടാക്കുക. ഇത് മാത്രമല്ല, ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ പോലും ഹൂത്തികൾ അമേരിക്കൻ ക്രൂഡ് കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും ആക്രമിക്കുകയാണെങ്കിൽ അത് ട്രംപിന് വലിയ നാണക്കേട് തന്നെ ഉണ്ടാക്കും. ട്രംപ് അമേരിക്കയിൽ ഭരണമേറ്റാൽ ഉടൻ തന്നെ ഹൂത്തികളെയും ഇറാനെയും ഒക്കെ അടിച്ചൊതുക്കും, ഗസ പിടിച്ചെടുക്കും എന്നൊക്കെ വലിയ വീമ്പുകളാണ് പ്രചരിച്ചിരുന്നത്. എന്നാൽ അതിനൊന്നും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അയാൾ മിഡിൽ ഈസ്റ്റിലുള്ള സമയത്ത് പോലും ഹൂത്തികൾ ആക്രമണം കടുപ്പിച്ചാൽ പിന്നെ ട്രംപ് വെറും വട്ടപൂജ്യമാണെന്ന കാര്യം ഉറപ്പാണല്ലോ. പിന്നെയുള്ള മറ്റൊന്ന്, ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യനിലുള്ള 2 യുദ്ധക്കപ്പലുകളെ പിൻവലിക്കാനുള്ള തീരുമാനമാണ് അമേരിക്കയുടേത്. ഈ കപ്പലുകൾ മുക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഹൂത്തികൾ നിരന്തരമായി കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൂത്തികളുടെ ആക്രമണത്തെ തടഞ്ഞ് ഇത് തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. ആ കപ്പലുകളെ രക്ഷിക്കാൻ ഹൂത്തികളെ ശാന്തരാക്കുക എന്ന തന്ത്രമാണ് പെട്ടെന്നൊരു കരാറിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. പക്ഷേ ഈ കരാർ ഹൂത്തികൾ വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് അവരുടെ പ്രസ്താവനയിലൂടെ തന്നെ വ്യക്തമാണ്. തന്നെയുമല്ല, ഇതുവരെ അമേരിക്ക കാരണമില്ലാതെ യമനെ ആക്രമിച്ചതിന്റെ നഷ്ടപരിഹാരം വേണമെന്ന് അവർ ഒരു പത്രക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതും കൊടുത്താലല്ലാതെ കരാറിന് ഹൂത്തികൾ സമ്മതിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇക്കാര്യം അമേരിക്ക മറച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് രസം. ചെങ്കടലിലൂടെ പോകേണ്ട അമേരിക്കൻ ക്രൂഡ് ഓയിൽ കപ്പലുകൾക്ക് ഹൂത്തികൾ ഉപരോധം ഏർപ്പെടുത്തുന്നത് അമേരിക്കയ്ക്ക് വലിയ ആഘാതം തന്നെയാണ്. അതുകൊണ്ട് അവർ ഒരു കരാറിന് ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിപ്പോൾ സത്യമായിരിക്കുകയാണ്. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് ട്രംപിന് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ട്രംപ് ഇങ്ങനെ തടിയൂരാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും ഹൂത്തികളുടെ കയ്യിൽ തല കുടുങ്ങിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെതാണ്. അമേരിക്ക യമനെ ആക്രമിക്കാൻ കൂടെയുണ്ടെന്ന ധൈര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ യമനിൽ വലിയൊരു ആക്രമണം നടത്തിയിരുന്നു. ബെൻഗുരിയൻ എയർപോർട്ടിൽ ഹൂത്തികൾ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് അവർ ഈ സാഹസത്തിന് മുതിർന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ ഇസ്രായേലിനെ അറിയിക്കാതെ ട്രംപ് ഏകപക്ഷീയമായി യമനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറിയതിൽ ഞങ്ങൾ പൂർണ്ണമായും ഞെട്ടിപ്പോയി എന്നാണ് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ ദി ജെറുസലേം പോസ്റ്റിനോട് പറഞ്ഞിട്ടുള്ളത്. യമനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അവരിൽ നിന്നും തിരിച്ചുണ്ടാകാവുന്ന ആക്രമണങ്ങളിൽ നിന്നും US സൈന്യം തങ്ങളെ സംരക്ഷിക്കും എന്നാണ് ഈ ഇസ്രായേൽ കരുതിയിരുന്നത്. എന്നാൽ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായത് ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഈ ഉദ്യോഗസ്ഥൻ നിരാശപ്പെടുകയാണ്. ശരിക്കും നെതന്യാഹുവിന്റെ പദ്ധതികളെ ട്രംപ് അട്ടിമറിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഒരു വിജയം അസാധ്യമാണെന്ന് ട്രംപ് മനസ്സിലാക്കിയതുകൊണ്ട് അയാൾ പതിയെ പിന്നിലേക്ക് വലിയുകയാണ്. അമേരിക്ക യമനിലെ ആക്രമണത്തിൽ നിന്നും വിട്ടുനിന്നാൽ ഇസ്രായേലിന് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണം കുറയ്ക്കുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. അത് നെതന്യാഹുവിനും അറിയാം. കാരണം അമേരിക്ക യമനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് ഇസ്രായേലിലേക്കാണ് ഹൂത്തികൾ ആക്രമണം കടുപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യാപകമായ ആക്രമണത്തിന് പകരമായി ഇസ്രായേലി വിമാനത്താവളങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കും എന്ന് ഹൂത്തികളുടെ പ്രസ്താവന നെതന്യാഹുവിനെ ശരിക്കും ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കർശനമായും എല്ലാവരും ബങ്കറുകളിൽ കഴിയാനാണ് നിർദ്ദേശമുള്ളത്. ഗവൺമെന്റിന് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്തതിനാൽ അഭയകേന്ദ്രങ്ങളിൽ തന്നെ തുടരാൻ ഇസ്രായേലികളോട് ഉപദേശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ഈ ജനങ്ങളെ രക്ഷിക്കാൻ ഇസ്രായേലിന് ഒരു രക്ഷയില്ലെന്നർത്ഥം. അവർ കരുതിയിരുന്നത് ഗസയിൽ കൊണ്ട് ഇങ്ങനെ ബോംബിട്ട് ഈ ജനങ്ങളെ കൊല്ലുമ്പോൾ അവർക്കെതിരായിട്ട് ഒരു തിരിച്ചടി ഉണ്ടാവില്ല എന്നാണ്. എന്നാൽ അതിനെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഹൂത്തികൾ ഇപ്പോൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയാണ്. ഒരു ദിവസം പോലും ഒഴിവാക്കാതെ അവർ തോന്നുമ്പോഴെല്ലാം ഇസ്രായേലിലേക്ക് ഇങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഈ അവരുടെ എയർപോർട്ടിനെ അടിച്ചു തകർത്തത്. അതോടുകൂടി അവിടുത്തെ വിമാന സർവീസുകളെല്ലാം നിന്നു. ഇപ്പോൾ എല്ലാ എയർപോർട്ട് അടച്ചിട്ടിരിക്കുകയാണ്, ഒരു വിമാനമില്ല. ഈ എയർപോർട്ടിന് നേരെ യമനികൾ നടത്തിയ ആക്രമണത്തിൽ വെറും 6 പേർക്ക് മാത്രമേ പരിക്കുള്ളൂ എന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇതേ സമയം ആയിരക്കണക്കിന് ആളുകൾ എയർപോർട്ടിൽ ഉണ്ടായിരുന്നുവെന്നും അവരിൽ വളരെയധികം ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തകൾ ഇങ്ങനെ പുറത്താകുന്നതിനും പരിക്കുകളും മരണങ്ങളും വർദ്ധിക്കുന്നത് കണ്ടാണ് അവർ കഴിഞ്ഞ ദിവസം യമന്റെ സനയ എയർപോർട്ടും അതുപോലെ ഹൊദൈദ തുറമുഖമൊക്കെ ആക്രമിക്കാൻ തയ്യാറായത്. വ്യാപകമായ ആക്രമണം അവർ നടത്തിയത്. വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, കുറേ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നഷ്ടമാണ് അവരുടെ യമന് വരുത്തി വെച്ചിട്ടുള്ളത്. ഈ ആക്രമണത്തിന്റെ നഷ്ടം മൂലം സനയിലെ എയർപോർട്ട് അടച്ചിടേണ്ടി വരെയാണ് വന്നിരിക്കുന്നത് അവർക്ക്. അതുകൂടാതെ വീണ്ടും അമേരിക്കയെ കൂട്ടുപിടിച്ച് വരും ദിവസങ്ങളിൽ യമനെ കൂടുതൽ ആക്രമിക്കാമെന്ന
ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അമേരിക്ക ഏകപക്ഷീയമായി ഞങ്ങൾ യമനുമായി ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നു, ഇനി ഞങ്ങൾ യമനെ ആക്രമിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് അമേരിക്കയുടെ രക്ഷ മാത്രം നോക്കിയാണ്. അവർക്ക് അമേരിക്കയിലേക്ക് എണ്ണ കൊണ്ടുപോകണമല്ലോ. ഇപ്പോൾ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അവർ നിരന്തരമായിട്ട് ഇവിടെ കിടന്ന് യമനെ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ അത് അവർക്ക് നഷ്ടമാണെന്ന് ട്രംപിന് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഏകപക്ഷീയമെങ്കിൽ ഏകപക്ഷീയം, യമനെ ആക്രമിക്കാൻ നിൽക്കേണ്ട, അവരെ പ്രകോപിപ്പിക്കേണ്ട എന്നൊക്കെ ട്രംപ് കരുതാൻ കാരണം. ശരിക്കും ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് ട്രംപ് ഓടിക്കളയുന്ന ഒരു സംഗതിയാണ്. ഇത് തന്നെയാണ് ഉക്രൈനിൽ സംഭവിച്ചത്. ട്രംപ് ഉക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും എല്ലാം ഒറ്റയ്ക്കാക്കിക്കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അയാൾക്കറിയാം ഓടേണ്ട സമയം, അയാൾ ആ സമയത്ത് കൃത്യമായി തന്നെ ഓടി രക്ഷപ്പെടും. എന്നിട്ട് ഇപ്പുറത്തോട്ട് മാറിയുന്ന എന്തെങ്കിലും തട്ടും, അതല്ലേ പറയും ഞാൻ നാളെ വീണ്ടും യമനെ ആക്രമിക്കും, അല്ലെങ്കിൽ യമനെല്ലാം അടിച്ച് ശരിയാക്കി കളയും, റഷ്യ അടിക്കും, അല്ലെങ്കിൽ ഇറാനെ അടിക്കും എന്നൊക്കെ ഇയാൾ ഇരുന്ന് അട്ടിമറിച്ചുകൊണ്ടിരിക്കും. പത്രക്കാരെപ്പോഴും പുള്ളിയുടെ ചുറ്റും ഇങ്ങനെ വേണം. അതിനുവേണ്ടി പുള്ളി ഇങ്ങനെ ഓരോരോ തട്ട് ഇങ്ങനെ സ്ഥിരം തട്ടിക്കൊണ്ടിരിക്കും. ഇതൊന്നും ഒരു കാര്യമില്ല. അത് പിറ്റേന്ന് പുള്ളി പിൻവലിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വരെ പറയും. അമേരിക്കയുടെ ഒക്കെ ഒരു പ്രസിഡന്റൊക്കെ ഇരുന്ന് എപ്പോഴും കള്ളം പറയുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഗതിയില്ലാത്തതുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഇസ്രായേലിനെ ഒറ്റയ്ക്കാക്കി ഓടിക്കളഞ്ഞത് കൊണ്ട് ഇനി ഹൂത്തികളുടെ ആക്രമണം ഇസ്രായേലിന്റെ എവിടേക്കായിരിക്കും എന്നുള്ള ഒരു ഭയം ഇസ്രായേലിൽ മൊത്തമായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഭയത്തിലാണ്. അതിനുപരി ഇസ്രായേലിന്റെ സംരക്ഷണത്തെക്കുറിച്ച് ഈ കരാറിൽ ട്രംപ് ഒന്നും പറയാത്തതും ഇസ്രായേലിനെ വല്ലാത്ത നിരാശയിലാക്കിയിട്ടുണ്ട്. അവരെ ഈ അമേരിക്ക സംരക്ഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഹൂത്തികൾ ആക്രമിച്ചാൽ മേടിക്കല്ലാതെ വേറെ മാർഗമില്ല. അഥവാ ഇനി അമേരിക്ക അക്കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഹൂത്തികൾ അതിനെ ഒരു പ്രശ്നമാക്കി എടുത്തുകൊണ്ട് വീണ്ടും ഈ കപ്പലുകളെ ആക്രമിക്കുകയൊക്കെ ചെയ്താൽ അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാവും. അതുകൊണ്ട് ചിലപ്പോൾ അമേരിക്ക മാറി നിൽക്കാനാണ് വളരെ സാധ്യത. ശരിക്കും അമേരിക്ക ഇതിൽ രക്ഷപ്പെടുമ്പോൾ ഇസ്രായേൽ ഹൂത്തികളുടെ കയ്യിൽ പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.